സൗദി അറേബ്യ ലോകത്തെ ഞെട്ടിച്ചു. അവർ ഒരു നഗരമല്ല പണിയുന്നത്, അവർ ഭാവി കെട്ടിപ്പടുക്കുകയാണ്. മൈലുകൾ നീണ്ടു നിൽക്കുന്ന സ്കൈ സ്ക്രൈപ്പേഴ്സ്, മരുഭൂമിയിൽ മഞ്ഞ് സൃഷ്ടിക്കുന്ന പർവ്വതങ്ങൾ, ചെങ്കടലിന്റെ നടുവിൽ ഒരു പൊങ്ങിക്കിടക്കുന്ന വ്യാവസായിക നഗരം. ഏറ്റവും ഭ്രാന്തമായ ഭാഗമെന്താണ്? ഇത് ഇതിനകം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരാശയമല്ല, ആധുനിക ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അഭിലഷണീയമായ പരിവർത്തനമാണ് ഇത്. ലോകം സൗദി അറേബ്യയെ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം വീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഇപ്പോൾ കണ്ടെത്താൻ പോകുകയാണ്. നഗരങ്ങളെക്കുറിച്ച് നമുക്കറിയാമെന്ന് കരുതിയതെല്ലാം തകർത്ത പദ്ധതിയിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ആരംഭിക്കാം. ദ ലയൺ ഇത് വെറും ഒരു നഗരമല്ല, മരുഭൂമിയെ നേരെ മുറിക്കുന്ന 170 കിലോമീറ്റർ നീളമുള്ള കണ്ണാടി കൊണ്ട് പൊതിഞ്ഞ ഒരു മെഗാ സ്ട്രക്ചറാണ് ഇത്. റോഡുകളില്ല, കാറുകളുമില്ല, പകരം അതിവേഗ ഗതാഗതവും AI പവർ സംവിധാനങ്ങളും എല്ലാം മിനിറ്റുകൾക്കുള്ളിൽ ബന്ധിപ്പിക്കും. മലിനീകരണമില്ലാത്ത ഒരു നഗരത്തിൽ വെർട്ടിക്കലായി അടുക്കി വച്ചിരിക്കുന്ന 9 മില്യൺ ആളുകളെ പാർപ്പിക്കുന്നതിനായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ വീടിന് പുറത്ത് കാലെടുത്തു വെച്ച് 5 മിനിറ്റ് നടത്തത്തിനുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കണ്ടെത്തുന്നത് സങ്കല്പിച്ചു നോക്കൂ. സ്കൂളുകൾ, പാർക്കുകൾ, സ്റ്റോറുകൾ, റെസ്റ്റോറൻറ്റുകൾ, നിങ്ങളുടെ ജോലിസ്ഥലം പോലും എല്ലാം പ്രകൃതിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അതിലും അവിശ്വസനീയമായി മുഴുവൻ നഗരവും 100% റിന്യൂവബിൾ എനർജിയിൽ പ്രവർത്തിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നു. ലൈൻ വെറും അഭിലാഷമല്ല, അത് മിക്കവാറും അസാധ്യമാണെന്ന് തോന്നുന്നു. എന്നിട്ടും നിർമ്മാണം ഇതിനകം തന്നെ ആരംഭിച്ചു. എന്നാൽ ഇതാണ് ട്വിസ്റ്റ്. ദി ലൈൻ എത്ര ബോൾഡായിട്ടാണോ തോന്നുന്നത്, യാഥാർത്ഥ്യം ദർശനവുമായി പൊരുത്തപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. 2045ഓടെ 170 കിലോമീറ്റർ നീട്ടാനും 9 മില്യൺ താമസക്കാരെ പാർപ്പിക്കാനും ആദ്യം പദ്ധതിയിട്ടിരുന്നെങ്കിലും 2030ഓടെ ഏകദേശം 2.4 കിലോമീറ്റർ മാത്രമേ പൂർത്തിയാകൂ എന്ന് സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അത് യഥാർത്ഥ പദ്ധതിയുടെ 2% താഴെയാണ്. എന്തുകൊണ്ടാണ്? വലിയ എഞ്ചിനീയറിംഗ് വെല്ലുവിളികൾ, വർദ്ധിച്ചുവരുന്ന നിർമ്മാണ ചെലവുകൾ, പദ്ധതിയുടെ അൺബിലീവബിൾ സ്കെയിൽ എന്നിവ കാരണമാണ്. എന്നാൽ ആദ്യത്തെ 2.4 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആ ഭാഗം മുമ്പൊരിക്കലും നിർമ്മിച്ചിട്ടില്ലാത്ത വിധം വ്യത്യസ്തവുമാണ്. നിർമ്മാണം വളരെ യഥാർത്ഥമാണ്. ഹിഡൻ മറീന ഡിസ്ട്രിക്റ്റിനുള്ളിൽ 45, 46, 47, 48 എന്നീ നമ്പറുകളുള്ള 4 പ്രധാന നിർമ്മാണ മൊഡ്യൂളുകൾ ഇതിനകം രൂപം കൊണ്ടുകഴിഞ്ഞു. മൊഡ്യൂൾ 45 പുരോഗതിക്ക് നേതൃത്വം നൽകുന്നു. അടിസ്ഥാനങ്ങൾ പൂർത്തിയായി, ഭൂമിക്ക് മുകളിലുള്ള ഘടനകൾ ഇതിനകം ഉയർന്നുവരുന്നു. മൊഡ്യൂൾ 46 തൊട്ടു പിന്നിലുണ്ട്. 5500-ലധികം ഫൗണ്ടേഷൻ പൈലുകൾ ഇതിനകം കാർബൺ കോൺക്രീറ്റ് ഉപയോഗിച്ച് നിലത്തേക്ക് ആഴത്തിൽ ഇറക്കിയിട്ടുണ്ട്. ഇത് ഇതുവരെ ഏറ്റെടുത്തിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ പൈൽ ഡ്രൈവിംഗ് പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു. സൈറ്റിൽ ഉടനീളം ഓട്ടോമേഷൻ, GPS ഗൈഡഡ് മെഷീനറികൾ, നൂതന ഡ്രില്ലിംഗ് സാങ്കേതിക വിദ്യകൾ എന്നിവ എഞ്ചിനീയർമാരെ ശ്രദ്ധേയമായ കൃത്യതയോടെ നിർമ്മിക്കാൻ സഹായിക്കുന്നു. മൊഡ്യൂൾ 47 ഇപ്പോഴും എക്സ്കവേഷൻ ഘട്ടത്തിലാണ്. അതേസമയം സൈറ്റ് തയ്യാറാക്കലിനു ശേഷം മൊഡ്യൂൾ 48 പൂർണ്ണ നിർമ്മാണത്തിന് ഏതാണ്ട് തയ്യാറായിരിക്കുന്നു. എന്നാൽ ഇത് സ്കെഡ്യൂളിൽ പിന്നിലാണെന്ന് തോന്നുന്നു. പ്രധാനമായും ഖനന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ഭാരമേറിയ നിർമ്മാണ ഉപകരണങ്ങൾ ഇതുവരെ പൂർണ്ണമായി എത്തിയിട്ടില്ലാത്തതിനാലാണ്. അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർ പ്യൂരിഫിക്കേഷൻ സംവിധാനങ്ങളിലൊന്ന് മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നു. 500-ലധികം കിണറുകളും ആയിരക്കണക്കിന് സെൻസറുകളും ഉപയോഗിച്ച് നിർമ്മാണ സ്ഥലത്തുടനീളമുള്ള വൻതോതിലുള്ള ഭൂഗർഭജലത്തെ ഇത് തുടർച്ചയായി കൈകാര്യം ചെയ്യുന്നു. അതേസമയം നഗരത്തിൻ്റെ മുഴുവൻ നീളത്തിലും ഓടുന്ന ഹൈ സ്പീഡ് ഇലക്ട്രിക് റെയിൽവേ ആയ ദ സ്പൈനിൻ്റെ പാത ടണൽ ബോറിംഗ് മെഷീനുകൾ നിർമ്മിക്കുന്നു. നഗരത്തിനപ്പുറം ഭീമൻ സോളാർ ഫാമുകൾ, കാറ്റാടി പാർക്കുകൾ, ഓക്സഗണിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നവ എന്നിവയുൾപ്പെടെയുള്ള വലിയ റിന്യൂവബിൾ എനർജി ഉപയോഗിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങളും നിയോം എന്ന $multi-trillion പ്രോജക്റ്റ് ഇപ്പോൾ തന്നെ വികസിപ്പിക്കുന്നു. പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ആദ്യം പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയമെടുക്കുമെന്ന് കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അത് തുടക്കം മാത്രമാണ്. കാരണം സൗദി അറേബ്യ അടുത്തതായി നിർമ്മിക്കുന്നത് കൂടുതൽ അസാധാരണമായിരിക്കാം. അത് കിങ് സൽമാൻ പാർക്കാണ്. റിയാദിൻ്റെ ഹൃദയഭാഗത്ത് മറ്റൊരു വലിയ പരിവർത്തനം രൂപപ്പെടാൻ പോകുന്നു. കിങ് സൽമാൻ പാർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ അർബൻ പാർക്ക് പദ്ധതിയായി ഇത് മാറാൻ പോകുകയാണ്. എന്നാൽ യഥാർത്ഥ കേന്ദ്രബിന്ദു അതിലും മനോഹരമായ ഒന്നാണ്. റോയൽ ആർട്സ് കോംപ്ലക്സ്. 5 ലക്ഷം സ്ക്വയർ മീറ്ററിലധികം വിസ്തൃതിയുള്ള ഈ വലിയ സാംസ്കാരിക കേന്ദ്രം അംബീഷ്യസ് ബ്ലൂ പ്രിൻസ് ആയ സ്റ്റീൽ, കോൺക്രീറ്റ്, ഗ്ലാസ് എന്നിവയാക്കി ഇത് മാറ്റുന്നു. ഇതിഹാസ വാസ്തുശില്പിയായ റിക്കാർഡോ ബോഫിൽ രൂപകൽപ്പന ചെയ്ത ഈ സമുച്ചയം
പരമ്പരാഗത സൗദി വാസ്തുവിദ്യാ ഘടകങ്ങളെ ധീരമായ ആധുനിക രൂപകൽപ്പനയുമായി സംയോജിപ്പിക്കുന്നു. റിയാദിന്റെ ഡിഫൈനിങ് ഐക്കണുകളിൽ ഒന്നായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്ന 106 മീറ്റർ ഉയരമുള്ള പിരമിഡ് ആകൃതിയിലുള്ള ഒരു മ്യൂസിയമായിരിക്കും ഇതിന്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന ലാൻഡ്മാർക്ക്. ചുറ്റും ആർട്ടിസ്റ്റ് സ്റ്റുഡിയോകൾ, 600 സീറ്റുകളുള്ള ഓഡിറ്റോറിയം ഉൾക്കൊള്ളുന്ന ഒരു സാംസ്കാരിക സ്ഥാപനം, സൗദിയുടെ ക്രിയേറ്റിവിറ്റി പ്രദർശിപ്പിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് സ്ഫെറിക്കൽ വെന്യൂ ആയ ദി ഡോം എന്നിവയൊക്കെ അവിടെ ഉണ്ടാകും. പുരോഗതി ഇതിനകം തന്നെ കാണാൻ എളുപ്പമാണ്. സമീപകാല സാറ്റലൈറ്റ് ചിത്രങ്ങളും ഓൺ-സൈറ്റ് ഫുട്ടേജുകളും നിരവധി പ്രധാന മേഖലകളിലെ സജീവമായ നിർമ്മാണം വെളിപ്പെടുത്തുന്നു. സ്റ്റീൽ ഫ്രെയിംവർക്സ് ഉയർന്നുവരുന്നു. ഫ്യൂച്ചർ മ്യൂസിയത്തിന് ചുറ്റും ടവർ ക്രെയിനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഡോമിനും തിയേറ്റർ കെട്ടിടങ്ങൾക്കും വേണ്ടിയുള്ള ഗ്രൗണ്ട് വർക്ക് പണികൾ പുരോഗമിക്കുന്നു. അതേസമയം യൂട്ടിലിറ്റി നെറ്റ്വർക്കുകൾ, ആന്തരിക റോഡുകൾ, ലാൻഡ്സ്കേപ്പിംഗ് എന്നിവയുൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇതിനകം തന്നെ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിശയകരമായ അനുഭവങ്ങളിലൂടെ അതിഥികൾക്ക് പാർക്കിന്റെ ദർശനം പരിചയപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്ത വിസിറ്റേഴ്സ് പവലിയൻ പോലും ഏതാണ്ട് പൂർത്തിയായതായി തോന്നുന്നു. ഇത് ഇനി കടലാസിലെ ഒരു ദർശനമല്ല കേട്ടോ, നമ്മുടെ കൺമുന്നിൽ തന്നെ ഇതൊരു യാഥാർത്ഥ്യമായി മാറുകയാണ്. വികസനം അവിടെയും അവസാനിക്കുന്നില്ല. മേഖലയിലെ ഏറ്റവും അംബീഷ്യസ് പെർഫോമിംഗ് ആർട്സ് വേദികളിലൊന്നായി നാഷണൽ തിയേറ്റർ മാറാൻ ഒരുങ്ങുകയാണ്. 2300 സീറ്റുകളുള്ള ഒരു പ്രധാന ഓഡിറ്റോറിയം, 650 സീറ്റുകളുള്ള ഒരു സെക്കൻഡറി തിയേറ്റർ, 3 സിനിമാ ഹാളുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതെല്ലാം കിങ് സൽമാൻ പാർക്കിൻ്റെ വിശാലമായ ദർശനത്തിൻ്റെ ഭാഗമാണ്. 1 മില്യണിലധികം മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും റിയാദിനെ ലോകത്തിലെ ഏറ്റവും താമസയോഗ്യമായ നഗരങ്ങളിലൊന്നാക്കി മാറ്റാനും ലക്ഷ്യമിടുന്ന 16 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഒരു ഗ്രീൻ സാങ്ച്വറി അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. സൗദി അറേബ്യയ്ക്ക് വലിയ സ്വപ്നം കാണാൻ കഴിയില്ലെന്ന് നിങ്ങൾ കരുതുന്ന സമയത്ത് അവർ അതിലും അവിശ്വസനീയമായ കാര്യങ്ങൾ അനാവരണം ചെയ്യുന്നു. സൗദി അറേബ്യയുടെ പ്രവർത്തനങ്ങൾ മികച്ചതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഇടൂ. വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണേ.